നമുക്ക് ഒരുപാട് കുറവുകളുണ്ട്, ഒരുപാട് കഴിവുകളുണ്ട്. നമ്മുടെ കഴിവുകളെയും കുറവുകളെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അല്ലേ? കഴിവുകളെ അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ എന്തിനെ അക്സെപ്റ്റ് ചെയ്യുക? കുറവുകളെ അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കഴിവുകളെയും കുറവുകളെയും അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ തന്നെ സ്നേഹിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സെൽഫ് ലവ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ സ്നേഹം? ചില ആൾക്കാർ പറയും അമ്മേനെ എന്ന് പറയും, ചില ആൾക്കാർ പറയും അച്ഛനെ എന്ന് പറയും, ചില ആൾക്കാർ പറയും സഹോദരനെ എന്ന് പറയും, അല്ലേ? അങ്ങനെ പലതും പറയും. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ പറയും ഭാര്യനെ എന്ന് പറയും, മക്കളെ എന്ന് പറയും, ഇല്ലേ, ഭർത്താവിനെ എന്ന് പറയും. ഇതൊന്നുമല്ല ശരി. നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? നമ്മളെ തന്നെയാണ്. അവരെ സ്നേഹിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ല. അച്ഛനെ സ്നേഹിക്കണം, അമ്മേനെ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം, ഭാര്യനെ സ്നേഹിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം, മക്കളെ സ്നേഹിക്കണം. നമ്മൾ കഴിഞ്ഞിട്ട് മതി അവര്. കാരണം എന്താണെന്നറിയോ? നമ്മളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? നമ്മളില്ലെങ്കിലോ സ്നേഹിക്കാൻ പറ്റുമോ? അപ്പോൾ ആദ്യം നമ്മൾ നിലനിൽക്കണം. നമ്മൾ നിലനിൽക്കണം. നമുക്ക് എന്ത് വേണം? നമുക്ക് ആരോഗ്യം വേണം, വിദ്യാഭ്യാസം വേണം, എല്ലാം വേണം, വരുമാനം വേണം, ഒക്കെ വേണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മളെ സ്നേഹിക്കുക, നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാക്കിയെടുക്കുക, നല്ലൊരു മനസ്സുണ്ടാക്കിയെടുക്കുക, നല്ല വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്കുക, നല്ല കാരിയർ ബിൽഡപ്പ് ചെയ്യുക, അല്ലേ? നല്ല ഇൻകം ഉണ്ടാക്കുക, നല്ല അസറ്റ്സ് ഉണ്ടാക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് എന്തായി? നമുക്ക് നമ്മളോടുള്ള സ്നേഹം കൂടും. തീർച്ചയായിട്ടും നമുക്ക് ഈ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. നമ്മളിതൊന്നും ഉണ്ടാക്കിയില്ല എന്ന് വയ്ക്കുക. ആരോഗ്യമുള്ള ശരീരം ഉണ്ടാക്കിയില്ല, പഠിച്ചില്ല, വരുമാനം ഉണ്ടാക്കിയില്ല, സമ്പത്ത് ഉണ്ടാക്കിയില്ല. നമ്മുടെ അമ്മയോ അച്ഛനൊക്കെ ചിലപ്പോൾ നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ടാവില്ല. പക്ഷേ പൂർണ്ണ അർത്ഥത്തിൽ അവർക്ക് നമ്മൾ സ്നേഹിക്കാൻ സാധിക്കുമോ? സ്വന്തം മക്കളെ ആരും ഉപേക്ഷിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നൊരു ഡെഡിക്കേഷൻ ഉണ്ട്, അല്ലേ? അപ്പം നമുക്ക് അവർക്ക് സ്നേഹം കൊടുക്കണമെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് സ്നേഹം കൊടുക്കേണ്ടത്? നമ്മളെ തന്നെ സ്നേഹിച്ച് നല്ല ആരോഗ്യമുള്ള ശരീരവും നല്ല വിദ്യാഭ്യാസവും നല്ല കരിയറും ബിൽഡപ്പ് ചെയ്ത് നമ്മളെന്ത് ചെയ്യുക? നമ്മുടെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കണം. ഈ ലോകത്തിലെ ഏറ്റവും കഴിവുള്ള ആള്, ഈ ലോകത്തിലെ ഏറ്റവും കഴിവുള്ള ആള് ഞാനാണ്. നെഞ്ചത്ത് കൈവച്ച് പറയും, ഈ ലോകത്തിലെ ഏറ്റവും കഴിവുള്ള ആള് ഞാനാണ്, അല്ലേ? ഈ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ആള് ഞാനാണ്, അല്ലാണ്ട് വേറെ ആരുമല്ല. ഈ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ആള് ഞാനാണ്. ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള ആള് ഞാനാണ്. നമ്മുടെ ബുദ്ധിയാണ് ഏറ്റവും വലിയ ബുദ്ധി. അതിനേക്കാൾ വലിയ ബുദ്ധിയൊന്നുമില്ല. നമുക്ക് ബുദ്ധി എന്നൊക്കെ പറയണതൊക്കെ പല ഡെഫിനിഷൻ, അതൊന്നുമല്ല നമ്മുടെ ബുദ്ധി, അല്ലേ? ഓക്കെ, ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള ആളാരാ? ഞാനാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസം എന്താ? എന്നിലുള്ള വിശ്വാസമാണ്, ആത്മവിശ്വാസമാണ്. അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ആള്, ഏറ്റവും കഴിവുള്ള ആള്, ഏറ്റവും ബുദ്ധിയുള്ള ആള്, അല്ലേ? നമ്മളാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസം എന്തായിരിക്കണം? ആത്മവിശ്വാസമായിരിക്കണം. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാൽ ജീവിതം നഷ്ടപ്പെട്ടു, പിന്നെ ഒന്നുമില്ല. പക്ഷികൾ മരക്കൊമ്പിന് മുകളിൽ വന്നിരിക്കും. ചിലപ്പോൾ അവർ ഇരിക്കുന്ന കൊമ്പ് ദ്രവിച്ച കൊമ്പായിരിക്കും. ആ ദ്രവിച്ച കൊമ്പിലിരിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഭാരം താങ്ങാൻ പറ്റാതെ ആ കൊമ്പ് താഴത്തേക്ക് വീഴും. പക്ഷെ പക്ഷികൾ പേടിക്കില്ല. എന്തുകൊണ്ടാണ് പേടിക്കാത്തത്? അതിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തിലാണ്? ചിറകിലാണ്, അല്ലേ? പക്ഷികളുടെ വിശ്വാസം സ്വന്തം ചിറകിലുണ്ട്. ആ ചിറകിൽ വിശ്വാസമുള്ളിടത്തോളം കാലം അത് എവിടെ ഇരിക്കുന്നു, ഇരിക്കുന്ന കൊമ്പ് താഴത്തേക്ക് ഒടിഞ്ഞു വീഴണോ എന്ന് പക്ഷികൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ?